ഹായ് നമസ്കാരം, നന്ദകുമാറാ. ഞാൻ അങ്ങനെ റിവ്യൂ ഇപ്പോൾ കുറേ ആയിട്ട് ഇടാറില്ല പടത്തിൻ്റെ. പക്ഷേ മൂൺ വാക്ക് കണ്ടപ്പോൾ ഒരു റിവ്യൂ ഇടണമെന്ന് തോന്നി. കാര്യം നമ്മുടെയൊക്കെ പഴയ നൊസ്റ്റാൾജിയ പരിപാടി അതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലറിൽ ഒരു സാധനം ഉണ്ട്. എന്നാണെന്നറിയോ, നിങ്ങൾക്ക് വേവടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ പഴയ ഡാൻസറാണല്ലോ, വേവടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ഋതിക് റോഷൻ കാണിക്കുന്ന സാധനമല്ലോ, ഈ കുഞ്ചാക്കോ കാണിക്കുന്ന സാധനല്ലേ, ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് പുഴു അടിക്കുന്നതാണ്. പുഴു ഇതേ വാങ്ങിക്കോളൂ, പുഴു അടിക്കാം. അടുക്കളയിൽ നിന്ന് പുഴു അടിക്കാം. അങ്ങനെ അടിച്ചാൽ കിട്ടുമായി. അടുക്കള കണ്ടല്ലേ, ഇവിടുന്ന് അടിക്കും. ഇങ്ങനെ അടിച്ചാൽ കിട്ടും. അപ്പൊ ഇന്നലെ മൂൺ വാക്ക് പോയൊക്കെയുണ്ട്. നല്ല ഞെരിപ്പം പടം, നൊസ്റ്റാൾജിയ പരിപാടി. പണ്ട് പൊറ്റിക്കോല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊക്കെ പഠിച്ച ടവർ സ്കൂളിൽ 5-6-7 ക്ലാസ്സിലൊക്കെ നമ്മൾ ഭയങ്കര ഡാൻസ് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നല്ലതായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത് ഉമേഷ് എന്ന് പറഞ്ഞ ഒരാണനാണ്, ഉമേഷ്. അങ്ങനെ ഉമേഷ് അണ്ണൻ്റെ ശിഷ്യനായിരുന്നു ബുഷ്. ഈ ബുഷ് അണ്ണൻ്റെ അടുക്കെ ഞാൻ പോയിട്ട് പണ്ട് ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടാണ്, എന്നെയും കൂടി ഡാൻസ് നിങ്ങളുടെ ടീമിൽ ചേർക്കുമെന്നൊക്കെ. അപ്പോൾ അന്ന് അണ്ണൻ പറഞ്ഞടാ പറ്റില്ലടാ, അത് നമ്മൾ വലിയ ടീമാണ്, സെറ്റപ്പാണ് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലീനാക്കയുടെ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഡാൻസൊക്കെ പഠിച്ച് ഒറ്റയ്ക്ക് പോയി ഡാൻസ് കളിച്ച്. അപ്പോൾ അത് ഈ ഉമേഷണം കണ്ടിട്ട് പറഞ്ഞാൽ കൊള്ളാൻ, നീ നന്നായിട്ട് കളിക്കണം. അന്ന് എനിക്കൊരു 100 രൂപ 50 രൂപ 100 രൂപ മറ്റേ തന്ന്. എന്നിട്ട് പറഞ്ഞു, നീ ഇനി ബുഷിൻ്റെ ഇടയ്ക്ക് പോയി പഠിച്ചു. അങ്ങനെ ഞാൻ ബുഷണൻ്റെ കൂട്ടത്തിൽ ഡാൻസ് കളിച്ചു. ഞങ്ങൾ കുറേ പ്രോഗ്രാംസൊക്കെ അന്ന് കളിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അതൊക്കെ ഈ മൂൺ വാക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നു. അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. ഇത് കാല് കാണിക്കും, ഇത് ഇങ്ങനെ വെച്ചിട്ട് പോകുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. മൂൺ വാക്കൊക്കെ നമ്മൾ അന്ന് അടിക്കുമായിരുന്നു, ഇപ്പോൾ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും മൂൺ വാക്ക് പോയി കണ്ടു. അന്യായ നൊസ്റ്റാൾജിയാണ്, പഴയ പരിപാടിയാണ്. ഡാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ പയ്യന്മാരൊക്കെ വന്നായിരുന്നു. ഞാനിപ്പോൾ പോയി ആദ്യം തന്നെ പോയി ഷെയ്ക്കാനൊക്കെ കൊടുത്ത്. അതിൻ്റെ അകത്ത് പണ്ടത്തെ മൈക്കിൾ ജാക്സനെ പോലത്തെ ഒരു പയ്യനുണ്ട്, പണ്ടത്തെ ലുക്കിലുള്ള. അപ്പോൾ എനിവേ ഞാൻ എന്താണെങ്കിലും അപ്പുറത്തിനെ സപ്പോർട്ട് ചെയ്യും. കാര്യം പുതുമുഖങ്ങളുടെ ഒരു പടം ഇത്രയും ആൾക്കാരുടെ, അതായത് എനിക്ക് ഈ പടം ആദ്യമായിട്ട് അയച്ചിരുന്നത് ജാവേദിക്ക പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പോൾ ജാവേദിക്ക ഒരു ദിവസം എനിക്കൊരു പാട്ട് അയച്ചു തരുന്നത്, അതായത് 3 വർഷം മുമ്പാണ്. അന്ന് അയച്ചു തന്നപ്പോൾ അന്നാണ് ഞാൻ മറ്റേ രാമൻ്റെ സ്ക്രിപ്റ്റ് ജാവേദിക്കൊക്കെ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് അന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സംഭവം ഞെരിപ്പാണല്ലോ. അതിനുശേഷം പിന്നെ പടം ഇരുന്നെന്ന് തോന്നുന്നു, 2-3 കൊല്ലം ഇരുന്നതിന് ശേഷം ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ എടുത്ത് റിലീസ് ചെയ്താൽ. ലിസ്റ്റിൻ സ്റ്റീഫൻ താങ്ക്സ്. അതായത് ഇങ്ങനെ ഒരു നല്ലൊരു പടം റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾ കാണിച്ച ആ ഒരു സഹായ ഹസ്തത്തിന് ഭയങ്കര താങ്ക്സ്. ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഡാൻസ് അതായത് 90s ഭയങ്കര സ്കൂൾ തലത്തിലൊക്കെ ഭയങ്കര ഡിസ്കോ ഡാൻസും ബ്രേക്ക് ഡാൻസൊക്കെ കളിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര നൊസ്റ്റാൾജി അടിക്കും. എന്നാലും പോയി കാണുക മൂൺ വാക്ക്.